ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് എന്തായി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരാണ് എഗ് ബെനഡിക്റ്റ്. ഇതിവിടെ കനേഡിയൻസിൻ്റെ ഒരു ബ്രഞ്ച് ഐറ്റം ആട്ടോ. ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പം ഈ ഒരു മഞ്ഞ കണ്ടോ, ഈ എഗ് യോക്ക് ഇത് ഇങ്ങനെ താഴേക്ക് ചാടണം. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ പൊട്ടറ്റോ ഒന്ന് വേകാനായിട്ട് മാറ്റി വെക്കുക. പിന്നെ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് വിനാഗിരി ഒഴിച്ച് നമ്മളത് നന്നായിട്ട് തിളപ്പിക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടിക്കൊന്നും പിടിക്കാതെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കുക. അപ്പോൾ ഇതിൻ്റെ പേരാണ് പോച്ച്ഡ് എഗ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ലാലേട്ട ഹിറ്റാക്കി ഏറ്റവും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു സെക്ഷൻ, ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് നമുക്ക് പറയാം. അപ്പോൾ പോച്ച്ഡ് എഗ് നമ്മൾ പരുവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇത് സോഫ്റ്റായിട്ട് ഇതിൻ്റെ ഞെക്ക് കൊള്ളുന്നുണ്ടോ ആ ഒരു മഞ്ഞ ഭാഗത്ത്, അതാവുമ്പോൾ ഇതായി. അപ്പം ഇത് അങ്ങോട്ട് ഉണ്ടാക്കി മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോളണ്ടൈസ് ആണ്. ഹോളണ്ടൈസിന് വേണ്ടത് മുട്ടയാണ്. മുട്ടയുടെ മഞ്ഞ വെള്ള നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. മഞ്ഞ മാറ്റി വെള്ള സെപ്പറേറ്റ് ചെയ്യണം. നമ്മുടെ മുട്ട വെള്ള നമ്മൾ എടുക്കുന്നില്ല, വെള്ളയുടെ ഭാഗം നമ്മൾ എടുക്കുന്നില്ല, നമ്മൾ മഞ്ഞ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെങ്ങനെ മാറ്റിയെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഐറ്റം കേട്ടോ. ഞാനിങ്ങനെ ഒരു വീഡിയോ പോലെ ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മഞ്ഞയും വെള്ളയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഇനി ഈ മഞ്ഞ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കണം. പിന്നെ നമ്മൾ ബട്ടർ ആ സമയത്ത് തന്നെ മെൽറ്റ് ചെയ്യാൻ വെക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ചൂടാക്കാനായിട്ട് അങ്ങ് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ പാത്രം, ഈ ചൂടാകാൻ വെള്ളം വെച്ചിരിക്കുന്ന പാത്രമില്ലേ, ഈ പാത്രത്തിന്റെ പൊക്കത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഒരു 3 സെക്കൻഡ് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇത് താഴെ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. പിന്നെ ഇടവിട്ട് ഈ ബട്ടർ മെൽറ്റ് ചെയ്തത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 സെക്കൻഡ് താഴെ വെച്ച് ബീറ്റ് ചെയ്യുന്നു. പിന്നെ ആ ചൂടാകുന്ന വെള്ളത്തിന്റെ പൊക്കത്തിൽ വെച്ച് ബീറ്റ് ചെയ്യുന്നു. വീണ്ടും ഒരു 3 സെക്കൻഡ് താഴെ വെച്ച് ബീറ്റ് ചെയ്യുന്നു. പിന്നെ വെള്ളത്തിന് മുകളിൽ വെച്ച് ബീറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ അതിന് ഉപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും ഈ പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ചൂടാകുന്ന വെള്ളത്തിന്റെ പൊക്കത്തിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നു, താഴെ വെച്ച് ബീറ്റ് ചെയ്യുന്നു, പൊക്കത്തിൽ വെച്ച് ബീറ്റ് ചെയ്യുന്നു, താഴെ വെച്ച് ബീറ്റ് ചെയ്യുന്നു. പിന്നെ ഇതിന്റെ ഇപ്പോൾ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതുകൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ ഒരു വെള്ളത്തിന്റെ ഒരു പോലെ ആണ് ഇത് ഇപ്പൊ കാണുമ്പോൾ. ഇനി ഇപ്പൊ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൈ എടുക്കാതെ ബീറ്റ് ചെയ്ത് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് കട്ടിയാവാൻ തുടങ്ങും. കണ്ടോ, അത്യാവശ്യം ഒരു തിക്ക് ക്രീം ആവും. കണ്ടോ, ഇതാണ് ഇതിന്റെ ഒരു പരുവം. അപ്പോൾ ഇതിന്റെ പേര് ഹോളണ്ടൈസ്. അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പൊ നമ്മൾ 2 ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞു, പോച്ച്ഡ് എഗും ഹോളണ്ടൈസും. ഇനി നമ്മൾ ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് പൊട്ടറ്റോ നമ്മൾ നേരത്തെ വേകാൻ വെച്ചല്ലോ, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കുക. കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യുക. ഞാൻ തോലോട് കൂടി തന്നെ കേട്ടോ കട്ട് ചെയ്യുന്നത്. നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഇതൊക്കെ കേട്ടോ. അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനെ നേരെ എടുത്ത് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുക, അതിന്റെ ചൂടൊന്ന് മാറാനായിട്ട്. ഇത് നേരെ ഫ്രീസറിനകത്തേക്ക് നമുക്ക് എടുത്ത് വെക്കാം. അതിന്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് ഇതിനെ നമ്മൾ ലാസ്റ്റ് എടുക്കുന്നുള്ളൂ. നമുക്ക് ഇവനെ ഇനി അവസാന ഘട്ടത്തേക്ക് മതി. അപ്പൊ ഇവനെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് തട്ടുക. അതിനുശേഷം നമ്മൾ സ്പിനച്ച് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാനിനകത്തേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ സ്പിനച്ച് ഇതിങ്ങനെ ഇതിനകത്തേക്ക് ഇടുമ്പോൾ തന്നെ അത് നന്നായിട്ട് വഴണ്ട് പോവും. വലിയ വേവൊന്നും ഇല്ലാത്ത ഐറ്റം ആണല്ലോ. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർന്ന് ഒരു കംപ്ലീറ്റ് മീലാട്ടോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ ആ പാനിൽ തന്നെ കുറച്ച് ബട്ടർ കൂടെ ഒഴിച്ചിട്ട് ഇതിന്റെ പേരാണ് ഇംഗ്ലീഷ് മഫിൻ എന്ന് പറയും. ഇതിപ്പോൾ നാട്ടിൽ നമുക്ക് ഇത് കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ബണ്ണ് എടുത്താലും മതി. ഇച്ചിരി കട്ടിയുള്ള ബണ്ണൊക്കെ കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അങ്ങനെ അതും മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് ഘട്ടം, നമ്മൾ നേരത്തെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ച് നമ്മുടെ പൊട്ടറ്റോ എടുത്തിട്ട് നേരെ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ എണ്ണയ്ക്കകത്ത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങളിത് നമ്മുടെ എയർ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഓക്കെ, അപ്പൊ ഈ എണ്ണയ്ക്കകത്ത് വറക്കുമ്പോഴായിരിക്കും ഇച്ചിരി ടേസ്റ്റ്. അപ്പൊ എനിക്കിതിങ്ങനെ തന്നെ കഴിക്കാനും ഇഷ്ടം കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാ. ഇനിയിപ്പോ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ബട്ടറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കാണിക്കാം. അപ്പൊ ഇത് കണ്ടോ, നല്ല ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഗോൾഡൻ കളറിൽ നമ്മളിത് എടുക്കുക കേട്ടോ. എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഉപ്പും, കുറച്ച് ബട്ടറും കുറച്ച് ഉപ്പും. എനിക്ക് ബട്ടർ ഇഷ്ടം കേട്ടോ. അപ്പോൾ ആ ഒരു ബട്ടർ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇട്ടോ കേട്ടോ. അപ്പോൾ കുറച്ച് ബട്ടറും ഉപ്പും ഇട്ടതിന് ശേഷം ഈ പാത്രത്തിൽ വെച്ച് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം. ഓക്കെ,
ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനുശേഷം നമുക്ക് ഇനിയിപ്പോ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ ഇതേ നമ്മുടെ പൊട്ടറ്റോടെ സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞ സാധനം ഹോളണ്ട് ഐസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പോച്ച്ഡ് എഗ്, പിന്നെ ഇതേ നമ്മുടെ സ്പിനച്ച്, ഇംഗ്ലീഷ് മഫിൻ. ഇത്ര ഐറ്റം മതി. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതേ നമ്മള് ആദ്യമേ തന്നെ ഇംഗ്ലീഷ് മഫിന്റെ പൊക്കത്തിലേക്ക് എന്ത് വെച്ചു, സ്പിനച്ച് നമ്മൾ വെച്ചു കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്പിനച്ച് വെച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ പൊക്കത്തേക്ക് മുട്ട ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പൊട്ടറ്റോ ഫ്രൈസും അതിന്റെ സൈഡിൽ വെച്ചു. ഇനിയാണ് പ്രധാന ഐറ്റം. അത് വെറുതെ ഒരു ഭംഗിക്ക് നമ്മൾ വെച്ചതാട്ടോ. ഇനി ഒരു പ്രധാന ഐറ്റം എന്ന് പറയുന്നതാണ് ഹോളണ്ടൈസ്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഹോളണ്ടൈസ് ഈ എഗ്ഗിന്റെ പൊക്കത്തിലേക്ക് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവൂല. തിക്ക് ക്രീമി ആയിട്ടുള്ള ആ ഒരു സാധനം. അങ്ങനെ അത് ഇതിന്റെ പൊക്കത്തിലേക്ക് ഇങ്ങനെ നിങ്ങളുടെ ആവശ്യാനുസരണം അത് ജസ്റ്റ് ഒന്ന് കവർ ആവുന്ന പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, എന്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഇത് വെച്ചിട്ടാ പറയുന്നത് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് കട്ട് ചെയ്യുക. ആ യോഗ ഇങ്ങനെ ചാടി വരണം, അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഓക്കെ, കണ്ടോ, കട്ട് ചെയ്യുമ്പോ ഈ ഒരു ആ എഗ്ഗിന്റെ യോഗ ഇങ്ങനെ ചാടി വരണം, അതാണ് ഇതിന്റെ ആ ഒരു പരുവം എന്ന് പറയുന്നത്. ഇനി എന്റെ ടേസ്റ്റിംഗ് ടൈം ആട്ടോ. എനിക്കിത് കണ്ടിട്ടാണ് കൊതി വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അതുപോലെ തന്നെ ഇഷ്ടമാണ്. ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം എന്ന് ഉള്ള ഇഷ്ടമുള്ള ഒരാളാട്ടോ ഞാൻ. അപ്പൊ ദേ ഞാൻ ട്രൈ ചെയ്യുവാണ്. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല ക്രീമി ആയിട്ടായിരിക്കുന്നത്, നല്ല അടിപൊളിയാണ്. എനിക്കിപ്പൊ കണ്ടിട്ട് കൊതി വരുന്നുണ്ട്. വായിലേക്ക് വെക്കുമ്പോ തന്നെ എല്ലാം കൂടെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മള് എന്നും ഇഡലി ദോശ ഒക്കെ കഴിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഈ ഈവനിങ് നിങ്ങൾക്ക് ഉണ്ടാക്കി വേണേലും കഴിക്കാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ലൊരു ഐറ്റം ആയിരിക്കും. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം?